50 വർഷമായി അച്ഛൻ ആൾക്കാരെ ശുശ്രൂഷിക്കുക. 50 വർഷം. ഹോളി പ്ലേസസ് ഉണ്ട്, ഹോളി തിങ്സ് ഉണ്ട്, ഹോളി പീപ്പിൾ. ഇത് മൂന്നും നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പോഴല്ല, മധുബായി അല്ലേ? ഒരു ഹോളി പരിശുദ്ധമായ ഒരു സ്ഥലത്ത്, പരിശുദ്ധമായ സ്ഥലങ്ങൾ, വസ്തുക്കൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് പരിശുദ്ധനായ ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് സഭ നൽകിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വൈദികരെ അവർക്ക് ഒരു ദൈവവിളി ലഭിച്ചാണ് ഒരു വൈദികരായത്. അഹ്റോനെ പോലെ വിളിക്കപ്പെട്ടവർക്കല്ലാതെ ആർക്കും ഈ വിളി തിരഞ്ഞെടുക്കാൻ ഒക്കത്തില്ല എന്ന് വചനം പറയും. അഹ്റോനെ പോലെ ദൈവം രണ്ടുപേരും പ്രത്യേകം തിരഞ്ഞെടുത്തായിരുന്നു ഇസ്രായേലിനെ നയിക്കാൻ. ആരെയൊക്കെയാണെന്ന് പറയാമോ? മോശയും അഹ്റോനും. മോശയും അഹ്റോൻ. അപ്പൊ ദൈവം അഹ്റോനാണ് പൗരോഹിത്യം നൽകിയത്. എന്നാൽ ഈ അഹ്റോൻ ലേവി കുടുംബത്തിൽപ്പെട്ടവനാണ്, ഗോത്രത്തിൽപ്പെട്ടവനാണ്. അപ്പൊ അഹ്റോന്റെ കുടുംബത്തിൽ മാത്രമേ പൗരോഹിത്യം കൊടുത്തുള്ളൂ. ലേവി കുടുംബത്തിലുള്ളവർക്ക് എല്ലാം എന്ത് കൊടുത്തു? ഈ ദൈവ ശുശ്രൂഷയെ സഹായിക്കാൻ, ആരാധനയെ സഹായിക്കാനുള്ള ജോലിയാണ് അവർക്ക് നൽകിയത്. അപ്പം അൾത്താര ബാലന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു വലിയ ദൗത്യമാണ് ഈ പരിശുദ്ധ സ്ഥലത്ത് പരിശുദ്ധമായി ശുശ്രൂഷ ചെയ്യുവാൻ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ഇന്ന് വായിച്ച് കേട്ട ലേഖനം, വേദപുസ്തക ഭാഗം ഓർക്കുന്നുണ്ടോ? പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം. മോശയെ ദൈവം വിളിക്കുന്നത് നിങ്ങൾ വായിച്ചു കേട്ടു. ആ വായിച്ചു കേട്ട ഭാഗത്ത് മോശ ആടിനെ തീറ്റാൻ പോയതാണ്. അപ്പോൾ മോശ ഒരു അത്ഭുതം കണ്ടു. എന്തൊരു അത്ഭുതം? മുൾപ്പടപ്പ് കത്തിയിരിക്കുന്നവൾ. അതൊരു ഹോളി പ്ലേസ് ആയിരുന്നോ? അതൊരു ഹോളി പ്ലേസ് ആയിരുന്നോ? ഇരുന്നില്ല. അതൊരു മലയാ അല്ലേ? ആടിനെ തീരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഒരു ഹോളി പ്ലേസ് ആയി. എപ്പോഴാ? ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതൊരു ഹോളി പ്ലേസ് ആയി. നമ്മളെ ഹോളി പ്ലേസ് എന്ന് പറയാൻ കാരണം എന്തുവാ? ദൈവം മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നാം നിൽക്കുന്ന സ്ഥലത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം, നല്ല ബോധ്യം. അപ്പോൾ നമ്മുടെ ചിന്തയിലും വാക്കിലും ഒക്കെ പരിശുദ്ധിയോടുകൂടി നമുക്ക് അവിടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. യെശയ്യാ പ്രവചനത്തിനകത്ത് ഇങ്ങനെയാണ്, പുസ്തകം 6-ാം അധ്യായത്തിൽ സിംഹാസനത്തിനായ കർത്താവിന് ചുറ്റും സറാഫുകൾ നിലകൊള്ളുന്നതായി നാം വായിക്കുന്നു. സ്വർഗീയ പരിചാരകരായി മാലാഖമാർ നിരന്തരം ദൈവ ശുശ്രൂഷയിൽ വ്യാപൃതരാണ്. യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് തീക്കനൽ എടുത്ത് പ്രവാചകന് നൽകുന്നത് ഈ മാലാഖയാണ്. അതിനുശേഷമാണ് ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക എന്ന് കർത്താവ് ചോദിക്കുന്നത്. നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ ഈ അത്താഴം നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ മാലാഖമാരുടെ ജോലിയാണ് നിങ്ങളുടേത്. ദൈവാരാധനയ്ക്ക് വൈദികനെ സഹായിക്കുന്ന സർവ്വ സാധനങ്ങളും എടുത്തുകൊണ്ട് കൊടുക്കുന്ന ആരാ? എടുത്തുകൊണ്ട് കൊടുക്കുന്നേ? നിങ്ങളാ എടുത്തുകൊണ്ട് കൊടുക്കുന്നേ, അല്ലയോ? ഈ മാലാഖമാരുടെ ജോലിയാണ് ദൈവ ശുശ്രൂഷയ്ക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ മാലാഖമാരെ പോലെ പരിശുദ്ധരായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഇടപെടാനായിട്ട് സാധിക്കണം. ഇത് കർത്താവ് ചോദിച്ചത്, ഇതാ ഞാൻ എന്നെ അയച്ചാലും എന്നെ യെശയ്യാ പ്രത്യുത്തരം നൽകുന്നു. ഇതേ വിളിയും സ്ഥാനമഹിമയും ദൗത്യമാണ് മധുബായിൽ ശുശ്രൂഷിക്കുന്നവരുടെ. സെയിം ഡ്യൂട്ടി, മാലാഖമാരുടെ അതേ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പക്ഷെ നമ്മൾ എത്ര അലസമായിട്ട് പലപ്പോഴും ദേവാലയത്തിൽ മധുബായിൽ നിൽക്കുന്നത്. മധുബായിൽ നിന്ന് വർത്തമാനം പറയുന്നവരുണ്ട്, വർത്തമാനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നവരുണ്ട്, അച്ഛൻ പ്രസംഗിക്കുമ്പോൾ പുറകെ പോയിരിക്കുന്നവരുണ്ട്. ചുറ്റുന്നു തീ
നല്ലോ പരിചരിപ്പൂ. എവിടെയാ ചവിട്ടാൻ പോകുന്നേ? തീക്കകത്താ ചവിട്ടാൻ പോകുന്നത്. തീക്കകത്താ ചവിട്ടാൻ പോകുന്നത്. ഈ തീക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, നമ്മളെ കത്തി ജ്വലിപ്പിക്കാം, ഇല്ലെങ്കിൽ കത്തി കരിച്ചു കളയാം. കണ്ടത് പറഞ്ഞിരിക്കണം. തീ തന്നെ പൂജ ചെയ്തും ഇയാൾ താരയിൽ നടക്കുന്നത് എന്താണ്? നമ്മൾ മോശമൊക്കെ കണ്ടേ, കത്തി എരിയുന്ന മുൾപ്പടർപ്പ്. അതിനകത്തു നിന്നാണ് ആര് സംസാരിച്ചത്? ദൈവം സംസാരിച്ചത്, മോശ വിളിച്ചത്. അപ്പോൾ ഈ അൾത്താരയിൽ കത്തി എരിയുന്ന ദൈവം, ദൈവത്തിന്റെ അതിപ്രസരം അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം നമ്മളെ കണ്ടോണ്ടിരിക്കുക, അദ്ദേഹം നമ്മളെ കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന എല്ലാം അച്ഛൻ കാണുന്നില്ല, പക്ഷെ ആര് കാണും? ദൈവം കാണും, ദൈവം കാണും. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, അതിന് ചുറ്റും തീയാണ്. ഈ അൾത്താരയ്ക്ക് ചുറ്റും എന്താണ്? തീയാണ്. തീ അതിനെ ചുറ്റുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? തീ നല്ലോ പരിചരിപ്പൂ. നിങ്ങൾ തീനെയാണ് എന്ത് ചെയ്യുന്നത്? പരിചരിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, വൈദികരെ നിങ്ങളിക. വൈദികരോടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എത്രയോ ശക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ തീയിൽ ജ്വാലകളിൽ, ഈ തീക്കകത്ത് എരിയാതിരിക്കാൻ സൂക്ഷിച്ചോണം, കത്തിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചു. യാക്കോബിന്റെ മെതിക്കളത്തിൽ എത്തിയപ്പോൾ കാള വിരണ്ടത് കൊണ്ട് ഊസ കൈ നീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു. പരമപരിശുദ്ധമായ ദൈവത്തിന്റെ പേടകം. പക്ഷെ ഈ പറഞ്ഞ ഊസ ഒരു പുരോഹിതൻ അല്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു നല്ല കാര്യം ചെയ്തത്. കാള വിരണ്ടു, പേടകം താഴെ വീഴാൻ പോവുക, എന്നിട്ട് അത് വീഴാതിരിക്കാൻ ഊസാകരെ പിടിച്ചത്. നമുക്ക് തോന്നും ദൈവം ചെയ്ത അന്യായമല്ലയോ? അല്ല. കാരണം അവനതിനെ തൊടാനുള്ള അവകാശം ഇല്ല, അവനെ തൊടാനുള്ള അധികാരം അവനില്ല. ഊസ അതിനെ പിടിച്ചു. കർത്താവിന്റെ കോപം ഊസായിക്കെതിരെ ജ്വലിച്ചു. അനാദരമായി പേടകത്തിന് നേരെ കൈനീട്ടിയത് കൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. പരിശുദ്ധനായ ദൈവം നമ്മോട് പറഞ്ഞ എങ്ങനെയാണ്? എന്താ പറയുന്നേ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായി. നമ്മുടെ ദൈവത്തിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും പറയും ദൈവം സ്നേഹമാണെന്ന് പറയും, അല്ലേ? അങ്ങനെ സാധാരണ പറയുന്നേ. പക്ഷെ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ ഹോശേയയുടെ പുസ്തകം ഒഴിച്ച് പുതിയ നിയമത്തിൽ യോഹന്നാന്റെ പുസ്തകം ഒഴിച്ച് എങ്ങും ദൈവം സ്നേഹമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഉടനീളം പുറപ്പാടുന്നതിൽ ഉടനീളം പറയുന്ന ഒരു കാര്യമാണ് ദൈവം പരിശുദ്ധനാണ്. ആ ദൈവം ആവർത്തിച്ചാവർത്തി പറയും, നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ശുശ്രൂഷയിൽ കയറി നിൽക്കുന്നവര് എത്ര പരിശുദ്ധരായിരിക്കണം? വേണ്ടായോ? പരിശുദ്ധിയോടുകൂടി നാം നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് പ്രിയ മക്കളെ ഇത് എന്ന് തിരിച്ചറിയുവാൻ നമ്മളെ കൊണ്ട് നമുക്ക് സാധിക്കണം. സംസാരിക്കുന്നു. സ്വാഗതം പ്രിയ പ്രധാനമാണ്. പിതാവേ, ബഹുമാനപ്പെട്ട പ്രവാചൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മദ്ബഹ ശുശ്രൂഷകരെ, സ്നേഹമുള്ള മതാധ്യാപകരെ, പ്രിയപ്പെട്ട ശമാശന്മാരെ, നമ്മളോടൊപ്പം നമ്മുടെ ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ അഭിമന്യ സാമുവൽമാർ ഐറീനസ്, നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് തന്നെ നമുക്ക് അർപ്പിച്ചറിഞ്ഞിരിക്കുന്ന ഒരു പദവി, മാലാഖമാരുടെ ഒരു പദവി. മതബായിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുമ്പോൾ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മാലാഖമാരുടെ ആ ഒരു ദൗത്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. മാലാഖമാര് ദൈവത്തിന്റെ മുമ്പിൽ ലക്ഷ്യം ദൈവാരാധനയാണ്. ദൈവത്തെ ആരാധിക്കുക. നമ്മൾ എന്തിന് മനുഷ്യൻ, നമ്മൾ എന്തിനു സൃഷ്ടിച്ചു, ദൈവം നമ്മെ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചോദിക്കുമ്പോഴും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആ നിത്യതയിൽ ആ ഒരു മഹത്വത്തിലേക്ക് നാം പ്രവേശിക്കുക, മടങ്ങിപ്പോകുന്നത്. ദൈവം
ദൈവം ചെയ്ത